soprattutto quando ci sono grandi problemi da affrontare, c'è la sensazione che il male sia più forte e viene da chiedersi che cosa devo fare. പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ഓർമ്മ തുടങ്ങുന്നത് സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ചിമ്മിണിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ വെളുത്ത പുകയിൽ നിന്നാണ്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മഴ പൊടിയുന്ന ആ സന്ധ്യയിൽ പുതിയ മാർപ്പാപ്പയെക്കുറിച്ച് ചർച്ച നടത്തുന്ന ജനക്കൂട്ടത്തിനിടയിൽ ആകാംക്ഷയോടെ ബാൽക്കണിയിലേക്ക് നോക്കി നിന്നു. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മുഴങ്ങിക്കേട്ട ആദ്യത്തെ ശബ്ദം ബോണസേര, ഗുഡ് ഈവനിങ്. ഔദ്യോഗികതയിൽ നിന്ന് സാധാരണക്കാരിലേക്ക് എത്തുന്ന ആ ഒറ്റ വാചകത്താൽ തന്നെ പോപ്പ് ജനഹൃദയങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. പ്രഗാത്തി പെർമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന അപേക്ഷയോടെ എളിമയോടെ തിരുസഭാ മക്കൾക്ക് മുൻപിൽ തലകുമ്പിട്ട് ആശീർവാദം വാങ്ങി ആരംഭിച്ച മാർപ്പാപ്പ 2025 ഏപ്രിൽ 20 അവസാനമായി സഭാമക്കളെ ആശീർവദിച്ചു കൊണ്ടായിരുന്നു മടക്കം. വീണ്ടും ആ ഓർമ്മ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ബുധനാഴ്ച ദിവസത്തെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ബസ് യാത്രയിലേക്കാണ്. മാർപ്പാപ്പയായി അധിക നാളുകൾക്ക് മുൻപേ എല്ലാ ബുധനാഴ്ചകളിലും ട്രെയിനിലും മെട്രോയിലും 4064 എന്നീ ബസ്സുകളിലും ജനസമുദ്രം വത്തിക്കാനിലേക്ക് ഓഡിയൻസിനായി ഒഴുകുകയായിരുന്നു. മഞ്ഞും മഴയും ചൂടും നോക്കാതെ, തിക്കും തിരക്കും വകവയ്ക്കാതെ വെളുപ്പിനെ മാർപ്പാപ്പി ഒരു നോക്ക് കാണുവാൻ ഓടിയെത്തുന്ന ജനങ്ങളെ അത്ഭുതത്തോടെ വീക്ഷിക്കാനേ സാധിച്ചിട്ടുള്ളൂ. അന്നേ ദിവസം ബസ് യാത്രയിൽ കേൾക്കുന്നത് മുഴുവൻ മാർപ്പാപ്പയെക്കുറിച്ചായിരിക്കും. ആഴ്ചയിൽ മാർപ്പാപ്പയെക്കുറിച്ച് ലഭിക്കേണ്ട അറിവ് മുഴുവൻ സമ്പാദിച്ചാകും മടക്കയാത്ര. പോപ്പ് ഫ്രാൻസിസ് എന്ന വ്യക്തി പ്രായമുള്ളവരെന്നോ യൂത്ത് എന്നോ കുഞ്ഞുങ്ങളെന്നോ വ്യത്യാസമില്ലാതെ, ജാതി മത ദേശ വ്യത്യാസമില്ലാതെ, ധനിക ദരിദ്ര പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ ജനഹൃദയങ്ങളെ എത്രമാത്രം കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ നാളുകളായിരുന്നു അത്. താമസം വത്തിക്കാന്റെ തൊട്ടടുത്തേക്ക് മാറിയപ്പോൾ എല്ലാ പ്രധാന തിരുനാളുകളിലും മാർപ്പാപ്പ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് ആശീർവാദം സ്വീകരിക്കുവാൻ കഴിഞ്ഞത് അനുഗ്രഹമായി കരുതുന്നു. പഠിച്ചിരുന്നത് പോപ്പിന്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റിയിലായിരുന്നതുകൊണ്ട് എല്ലാ വർഷവും തൻ്റെ സ്റ്റുഡൻസിനെ സന്ദർശിക്കാൻ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്ന മാർപ്പാപ്പയെ ആദരവോടെ നോക്കി നിൽക്കുമായിരുന്നു. മാർപ്പാപ്പയുടെ കണ്ണിൽ നോക്കി 2 വാക്ക് പറയുന്നത്, കൈകളിൽ തൊടുന്നത് കോവിഡിന്റെ സമയത്താണ്. ജനങ്ങളോടൊപ്പം ആവാൻ ആഗ്രഹിച്ച ആ ഇടയൻ കോവിഡിന്റെ തീവ്രത ചെറുതായി കുറഞ്ഞപ്പോഴേ ധൈര്യത്തോടെ ജനങ്ങളിലേക്ക് ഇറങ്ങി. മാർപ്പാപ്പയെ കാണുമ്പോഴുള്ള ജനങ്ങളുടെ ഹർഷാരവം ഇന്നും കാതിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരുപാട് ജനങ്ങളെ ആശീർവദിച്ച, ഒരുപാട് രോഗികളെയും പാവപ്പെട്ടവരെയും അനാഥരെയും ചേർത്ത് പിടിച്ച ആ കൈകളിൽ സ്പർശിക്കാൻ കഴിഞ്ഞ നിമിഷങ്ങൾ വികാരനിർഭരമായിരുന്നു. ക്രിസ്ത്യാനികളുടെ മുഖമുദ്രയായ സ്നേഹത്തിന്റെ പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. പറഞ്ഞത് മുഴുവൻ സ്നേഹം. സ്നേഹത്തിന്റെ കണ്ണാൽ ലോകത്തെ മുഴുവൻ നോക്കിക്കണ്ടു. കുടുംബങ്ങൾക്കായി സാധാരണവും അസാധാരണവുമായ സിനഡ് നടത്തിയ പാപ്പ അവരോട് പറഞ്ഞതും സ്നേഹിക്കാനാണ്. പ്രിയപ്പെട്ട പാപ്പ, താങ്കൾ മുഴുവൻ സ്നേഹമായിരുന്നു. സ്നേഹത്തിൽ ലയിച്ച ധന്യമുഹൂർത്തമാണിത്.